ഡോക്ടറെ, നമുക്ക് നോമ്പാണ്, അതുപോലെ വേനലുമാണ്. അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് സ്ത്രീകൾ അധികമായിട്ട് ഒ പിയിലേക്ക് വരുന്നുണ്ട്, പല പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച വരിക എന്നുള്ളത്. നോമ്പെടുത്ത് രാവിലെ ആയത് മുതൽ തന്നെ നല്ല ക്ഷീണം വരികയും പിന്നെ നോമ്പ് മുറിക്കേണ്ട ഘട്ടം പോലും ചില ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങളും പ്രതിവിധികളും നമുക്ക് പറയാൻ പറ്റുക? പൊതുവേ അനീമിക് പറഞ്ഞ കണ്ടീഷനിൽ HB വളരെ കുറവായിരിക്കും. ഇങ്ങനെ ഈ കുറവാകുന്ന സമയത്ത് പിന്നെ അതിനെ സപ്പോർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ HB പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണമൊന്നും നോമ്പ് സമയത്ത് പൊതുവെ സ്ത്രീകൾ കഴിക്കാറില്ല. അപ്പോൾ അത്രയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇത്രയും ഹവേഴ്സുള്ള ഈ ഫാസ്റ്റിംഗ് സമയത്ത്, അത് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് സപ്ലിമെൻ്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് ഡ്രിങ്ക് പോലെയാണ് പൊതുവെ ഞാനിത് പല പേഷ്യൻസിനും സജസ്റ്റ് ചെയ്യാറ്. നമുക്ക് ഒരു ABC ജ്യൂസ് ലൈക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവേ ആൾക്കാർ ഈ സിട്രസ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളൊരു പാനീയം വെച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അത് കുറച്ച് അസിഡിക്കാണ്, അത് കുറച്ച് നല്ലതുമല്ല. അതിനേക്കാൾ നല്ലത് ഈ അനീമിക്കൊക്കെ ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് ABC ആണെന്ന് വെച്ചാൽ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, അത് ബീട്രൂട്ടും ക്യാരറ്റും ഒന്ന് പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഫാസ്റ്റ് അബ്സോർപ്ഷൻ നടക്കുക. മറ്റ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം? ഇപ്പോൾ ഭക്ഷണങ്ങൾ കഴിക്കും, മെയിൻ കോഴ്സായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കും. ആ ഭക്ഷണങ്ങളിൽ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? ഈ ചീര, അതേപോലെ തന്നെ മുരിങ്ങ പോലത്തെ ഇലവർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ലിവർ, മട്ടൻ്റെ ലിവറാണ് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള സോസ്. പിന്നെ ഉണക്കമുന്തിരി, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ കഴിക്കണം, ഏറ്റവും ബെസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ അതിൽ പറയാനുള്ളത് പച്ചക്കറികൾ ഏറ്റവും നല്ല അധികം ഓവർ കുക്ക്ഡ് അല്ലാതെ കഴിക്കുക. അത് സാലഡ് പോലെയോ അങ്ങനത്തെ നല്ല രീതിയിൽ കഴിക്കുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് വളരെ എഫക്റ്റീവായിട്ട് കയറുന്നതായി.